ഹലോ ലിറ്റിൽ സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പട്ട് സാരിയിൽ സുഞ്ചല എങ്ങനെ കെട്ടാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഞാനിത് ജയലക്ഷ്മിയിൽ നിന്ന് മേടിച്ചൊരു സാരിയാണ്. ഒരു മാരേജ് ഫംഗ്ഷന് ആവശ്യത്തിന് വാങ്ങിച്ച സാരിയാണ്. സാരി മേടിച്ചപ്പോൾ സുഞ്ചലം കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ കൊറോണയുടെ കാരണം കൊണ്ട് എല്ലാ സാരികളിലും സുഞ്ചലം കെട്ടുന്നില്ല, വെഡ്ഡിങ് സാരിയിൽ മാത്രമേ സുഞ്ചലം കെട്ടുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഇങ്ങനെ സുഞ്ചലം കെട്ടാതെ വിട്ടാലും നമ്മുടെ സാരിയിൽ നിന്ന് നൂലിളകി അത് മൊത്തവും ഇല്ലാണ്ടായി പോകും. അപ്പോൾ അത് എന്തായാലും അവിടെ ഒരു സുഞ്ചലം കെട്ടിയാൽ മാത്രമേ അത് ഭംഗിക്കുണ്ടാവുള്ളൂ. അവിടെ ഒന്ന് തച്ച് വെക്കാമെന്ന് വിചാരിച്ചാലും അതും ബോറായി പോവും. അപ്പോൾ ഞാൻ കരുതി എന്തായാലും സുഞ്ചലം ചെയ്ത് കളയാമെന്ന്. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്യുന്നൊരു ചേച്ചിയോട് ചോദിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസും പിന്നെ എന്താണ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് തപ്പിപ്പിടിച്ച് ഞാൻ വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ സുഞ്ചലം കിട്ടാൻ പോകുന്നതന്നെ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഈ എക്സ്പീരിയൻസ് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ഞാൻ ഫ്യൂച്ചർ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പട്ടുസാരി ഞാൻ കട്ടിലാണ് വച്ചിരിക്കുന്നത്. അതായത് കട്ടിൽ നമുക്ക് വലിച്ചു പിടിച്ച് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നല്ലതായിട്ട് നമുക്ക് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിൽ സാരി ഫുൾ നോക്കാണ്ട് മുന്താണി മാത്രം അതിൻ്റെ അരികിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഞാൻ പിന്ന് കുത്തി സേഫ് ചെയ്യാണ്. അതായത് നമ്മുടെ രണ്ട് സൈഡും മുന്താണിയുടെ രണ്ട് സൈഡും നല്ല വലിച്ചു നീട്ടി തന്നെ പിൻ ചെയ്ത് വയ്ക്കുക. അത് നല്ല സേഫായിട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സേഫ് ചെയ്ത് വയ്ക്കുക. 2-3 പിന്നുകൾ കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അങ്ങനെ ഞാൻ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ചെയ്യേണ്ടത്, നമുക്കിനി എത്ര നീളത്തിലാണ് സുഞ്ചലം വേണ്ടത് അത്രയും നീളം വരെ നമ്മുടെ ആ ഒരു ലൈനായിട്ടുള്ള പോയിരിക്കുന്ന ത്രെഡ് നമ്മൾ റിമൂവ് ചെയ്യണം. അതായത് ഇപ്പം ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് കുറച്ച് ലെങ്ത്തിന് മാത്രമാണ് നൂല് അടർന്ന് കിടക്കുന്നത്. മുകളിലോട്ട് ആ ബ്ലൂ കളറിലെ പട്ട് വരുന്നതിന് കുറച്ച് സ്ഥലം വരെ ഇനി നമുക്ക് നൂല് ഇളക്കി കളയേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിലോട്ട് ഇളക്കി കളയണം, അതായത് ആ പട്ട് എത്തുന്ന വരെ. എന്നാലേ സുഞ്ചലത്തിന് നല്ല ലെങ്ത് കിട്ടത്തുള്ളൂ, അത് ഭംഗിക്ക് കിടക്കത്തുള്ളൂ. അപ്പം ഞാൻ ഒരു പേന യൂസ് ചെയ്തിട്ട് പതുക്കെ ഈ നൂലങ്ങ് വലിച്ചു വിടുന്നുണ്ട്. ഇങ്ങനെ പതുക്കെ സമാധാനത്തിൽ ചെയ്താൽ മാത്രമേ അത് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കുരുങ്ങിയിട്ട് നശിച്ചു പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പിന്ന് അവിടെ നിന്ന് ഇളവുന്നുണ്ട്, കാരണം ഞാൻ ഒറ്റ പിന്നിലാണ് ചെയ്തിരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 3-4 പിന്ന് വെച്ച് സേഫ് ചെയ്യാം. സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് അത് കവർ ചെയ്യാൻ നിന്നില്ല. കുറച്ച് ലെങ്ത്തിന് ആവശ്യമുള്ള ലെങ്ത് എടുത്തിട്ട് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു കോമ്പ് എടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി വിട്ട് ത്രെഡ് നന്നായിട്ട് ചീകി എടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് ലെവല് പിടിച്ചിട്ട് നമുക്കതൊരു നോട്ട് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഇനി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു നോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്ത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ത്രെഡ് നമ്മൾ പിടിക്കുന്ന അടുത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ജസ്റ്റ് ഒന്ന് വിരൽ നനച്ചിട്ട് ഞാൻ ത്രെഡ് പിടിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിട്ട് തുടങ്ങാം. എത്ര വീതിക്കാണോ നമുക്ക് ആ ഒരു സുഞ്ചലം വേണ്ടത് അത്രയും വീതി അനുസരിച്ച് നമ്മൾ ത്രെഡ് പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു എളുപ്പത്തിന്, കാരണം ഞാൻ പറഞ്ഞല്ലോ ത്രെഡ് അത്രയും നീളത്തിന് ഞാൻ എടുത്തിട്ടില്ല, നീളം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇതിപ്പോൾ രാത്രി 10 മണിയോളം കഴിഞ്ഞു ഞാനിത് ചെയ്ത് തീർന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെങ്ത് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂല് ഞാൻ പിടിച്ചെടുത്ത് നിൽക്കത്തില്ല, നീളം കുറവായതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വെള്ളം യൂസ് ചെയ്തിരിക്കുന്നതും. ഞാനൊന്ന് ജസ്റ്റ് ത്രെഡ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നോട്ട് അകത്തേക്ക് കൊണ്ടുവരുന്നത്.
ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ വെള്ളം തൊട്ട് അത് നോട്ട് ഇട്ടത് കൊണ്ട് തന്നെ അത് ഒരു ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാണ്ട് അതൊന്ന് ത്രെഡിൽ നിന്ന് വെള്ളം പോയി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ ഒരു 10-10:30 മണിയോളം കഴിഞ്ഞു ഞാൻ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇതൊരു ഒരു മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ത്രെഡ് വലിച്ചെടുക്കേണ്ടത് കൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതാവുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.